നമസ്കാരം. VBC പ്രാദേശിക വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. മനസ്സ് തൊട്ടറിയുന്ന വിശ്വാസം. കല്യാൺ ജുവലേഴ്സ്. വിശ്വാസം അതല്ലേ എല്ലാം. ക്രിസ്ത്യൻ സർവീസ് സൊസൈറ്റി ഇന്റർനാഷണൽ വണ്ണപ്പുറം ഏരിയ വാർഷികവും കുടുംബ സംഗമവും നടത്തി. മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിനെതിരെ ബഹുജന പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് കേരള കോൺഗ്രസ് M നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നവംബർ 10-ന് തൊടുപുഴ നിയോജക മണ്ഡലത്തിൽ കൺവെൻഷനും പൊതുസമ്മേളനവും നടത്തും. ഗ്രാമസഭകൾ 9 മാസത്തിലൊരിക്കൽ മാത്രം ചേർന്നാൽ മതിയെന്ന പുതിയ ഓർഡിനൻസ് വിവാദമാകുന്നു. സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെയും എയ്ഡ്സ് നിയന്ത്രണ സൊസൈറ്റിയുടെയും ആഭിമുഖ്യത്തിൽ ഇടുക്കി ജില്ലയിൽ എയ്ഡ്സിനെതിരെ ബോധവൽക്കരണ ക്യാമ്പയിൻ നടത്തും. ഭാരതീയ വിദ്യാനികേതൻ ഇടുക്കി ജില്ലാ ശാസ്ത്രമേള കുടയത്തൂർ സരസ്വതി വിദ്യാനികേതൻ സ്കൂളിൽ നടത്തി. ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സിബി ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ക്രിസ്ത്യൻ സർവീസ് സൊസൈറ്റി ഇന്റർനാഷണൽ വണ്ണപ്പുറം ഏരിയ വാർഷികവും കുടുംബ സംഗമവും നടത്തി. കാളിയാർ സെന്റ് റീത്താസ് ഫൊറോനാപ്പള്ളി പരീഷ് ഹാളിൽ നടന്ന സമ്മേളനം മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. CSS വണ്ണപ്പുറം ഏരിയ പ്രസിഡന്റ് ജിജി മഞ്ഞക്കുന്നിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ചെയർമാൻ PA ജോസഫ് സ്റ്റാൻലി മുഖ്യപ്രഭാഷണം നടത്തി. ബിജോയ് കുറ്റിയറ, ബാബു മേട്ടുംപുറം, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP വർഗീസ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഇന്ദു സുധാകരൻ, ലീല തങ്കൻ, KM സോമൻ, ലില്ലി ജോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. SHG സർട്ടിഫിക്കറ്റ് വിതരണം VJ മാനുവൽ മാസ്റ്റർ നിർവഹിച്ചു. 2 വർഷക്കാലമായി ഇവിടെ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന CSS ഇന്ന് നമ്മളോട് ഒത്തുചേർന്നിരിക്കുകയാണ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, ആതുരസേവന രംഗത്തുള്ള പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ KSRTC കണ്ടക്ടറെ പ്രൈവറ്റ് ബസ് കണ്ടക്ടർ കയ്യേറ്റം ചെയ്തതായി പരാതി. പൂച്ചപ്ര തൊടുപുഴ റൂട്ടിൽ സർവീസ് നടത്തുന്ന KSRTC ബസ്സിലെ കണ്ടക്ടർ സജിമോനാണ് മർദ്ദനമേറ്റത്. ബസ് സ്റ്റാൻഡിൽ ബസ് താമസിച്ചെത്തിയെന്ന് ആരോപിച്ചാണ് മർദ്ദനമെന്ന് സജിമോൻ പറഞ്ഞു. തൊടുപുഴ പൂമാല റൂട്ടിൽ സർവീസ് നടത്തുന്ന ഷാലിമാർ ബസ്സിലെ കണ്ടക്ടറാണ് മർദ്ദിച്ചത്. ഒന്നാമത് വണ്ടി ഓടി എത്താൻ റോഡ് മോശമാണ് ഞങ്ങളുടെ കൂടുന്ന റൂട്ട്. അപ്പോൾ വണ്ടി ഓടി എത്താൻ താമസം വരും. അപ്പോൾ അവരുടെ ഓൾറെഡി സമയം പോകും. കുറച്ച് അങ്ങനെ സമയം വളരെ കുറവുള്ള ഇതുമാണ്. വഴി മോശം കാരണമാണ് സമയം പോകുന്നത്. തൊടുപുഴ ദേവരുപാറ പൂച്ചപ്പുറ റൂട്ട് കറുവപ്പള്ളി അവിടെ ഒരു റോഡ് കംപ്ലീറ്റ് പോയി കിടക്കുക. അപ്പോൾ ഓടിയെത്താൻ ബുദ്ധിമുട്ട് കാരണം. അതേസമയം KSRTC കണ്ടക്ടറിൽ നിന്നും മർദ്ദനമേറ്റതായും പണം നഷ്ടപ്പെട്ടതായും പ്രൈവറ്റ് ബസ് കണ്ടക്ടർ ഇറുക്കുപാലം ചുടുകാട്ടിൽ ഷമീർ പറഞ്ഞു. ഷമീറിനെ തൊടുപുഴ കോഓപ്പറേറ്റീവ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 1:55 കലയന്നാലെന്ന് പോണ വണ്ടി 2:05 ഞങ്ങൾ കയറി വന്നപ്പം KSRTC കിടക്കുമായിരുന്നു. ഞങ്ങൾ ഓണടിച്ചു. അമാരെ കയറ്റി വിട്ടില്ല. വണ്ടി വലിങ്ങി വന്നു തൊടുപുഴ വരെ. മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിനെതിരെ ബഹുജന പ്രക്ഷോഭം ആരംഭിക്കുന്നതിന് കേരള കോൺഗ്രസ് M നേതൃയോഗം തീരുമാനിച്ചതായി നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രക്ഷോഭ സമരങ്ങളുടെ ഭാഗമായി എല്ലാ നിയോജക മണ്ഡലങ്ങളിലും പൊതുസമ്മേളനങ്ങൾ നടത്തും. നവംബർ 10-ന് തൊടുപുഴ നിയോജക മണ്ഡലത്തിൽ കൺവെൻഷൻ നടത്തും. വാർത്താ സമ്മേളനത്തിൽ പാർട്ടി ജില്ലാ പ്രസിഡന്റ് ജോണി പൂമറ്റം, റോഷി അഗസ്റ്റിൻ MLA, ജോസ് കോലടി, മാത്യു സ്റ്റീഫൻ, രാരിച്ചൻ നീറണാകുന്നേൽ, പ്രൊഫസർ KI ആന്റണി എന്നിവർ പങ്കെടുത്തു. ഒരു ടാക്സിൻ്റെ ഏകീകരണത്തെ സംബന്ധിച്ചിടത്തോളം ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു റിഫോമിലല്ലാതെ അത് പെട്ടെന്ന് നടപ്പിലാക്കുക, അതല്ല ഈ സീറോലെസ് ടാക്സ് ഇല്ലാതെ വരുത്തുക എന്ന നിലയിലേക്ക് വരുത്തുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇപ്പം അനുഭവപ്പെട്ടുകൊണ്ടിരുന്ന 2 കാര്യങ്ങളിൽ പ്രത്യക്ഷത്തിൽ കർഷകർക്ക് ഗുണം കിട്ടുന്ന തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. സ്വതന്ത്രമായൊരു വിപണി കേരളത്തിന് വേണം, അതിനു വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാവണം. ആ നിലയിലാണ് പൊതുവായിട്ട് വന്ന തീരുമാനങ്ങളും ചർച്ചകളും ഒക്കെ രൂപപ്പെട്ടു വന്നത്. ഈ പ്രതിസന്ധി പരിഹരിക്കണം, അത് ഗവൺമെൻറ് അതിനുവേണ്ടി താല്പര്യം എടുക്കുന്നുണ്ട്. ബുക്ക് ചെയ്ത് 80 ദിവസം കഴിഞ്ഞിട്ടും പാചകവാതകം ലഭിച്ചില്ലെന്ന് പരാതി. ജനകീയ പ്രതിരോധ സമിതി ഇടുക്കി ജില്ലാ വൈസ് പ്രസിഡന്റും ഇടവെട്ടി സ്വദേശിയുമായ MK വേണുഗോപാലാണ് പരാതിയുമായി എത്തിയത്. ഒളമറ്റത്ത് പ്രവർത്തിക്കുന്ന ജിയോ ഗ്യാസ് ഏജൻസിയുടെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. കഴിഞ്ഞ 80 ദിവസം ആയിട്ട് ഒരു ഗ്യാസ് കിട്ടിയിട്ടില്ല. എനിക്ക് ലാസ്റ്റ് എടുത്ത ഒരു കണക്ഷൻ കിട്ടിയത് റീഫിൽ ചെയ്ത് 80 ദിവസം മുമ്പാണ്. അതിനുശേഷം ബുക്ക് ചെയ്തു. 30 ദിവസം കഴിഞ്ഞ് ബുക്ക് ചെയ്തു. ആ ഡേറ്റ് മുതൽ ഇതിന് ഗ്യാസ് അന്വേഷിച്ച് നടക്കുകയാണ്.
വരുമ്പോൾ ഓരോ തടസ്സങ്ങൾ പറഞ്ഞ് റൂട്ട് സപ്ലൈ ആയി, മറ്റ് തടസ്സങ്ങൾ നീങ്ങിയെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആ റൂട്ട് സപ്ലൈ റെഗുലർ ആകുന്നുമില്ല. ഗ്രാമസഭകൾ 9 മാസത്തിലൊരിക്കൽ മാത്രം ചേർന്നാൽ മതിയെന്ന പുതിയ ഓർഡിനൻസ് വിവാദമാകുന്നു. പ്രാദേശിക ഭരണ സംവിധാനങ്ങളുടെ സുതാര്യതയെ അട്ടിമറിക്കുന്നതാണ് പുതിയ ഓർഡിനൻസ് എന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട്. പ്രാദേശിക വികസന പ്രക്രിയയിൽ സാധാരണക്കാരുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനായിരുന്നു 3 മാസത്തിനൊരിക്കൽ വാർഡ് സഭകൾ വിളിച്ചുകൂട്ടണമെന്ന നിബന്ധന പഞ്ചായത്ത് രാജ് ആക്ടിൽ ഉൾപ്പെടുത്തിയത്. വീഴ്ച വരുത്തുന്ന അംഗങ്ങൾ അയോഗ്യരാക്കപ്പെടുമെന്നായിരുന്നു വ്യവസ്ഥ. ഇത്തരത്തിൽ 39 അംഗങ്ങളെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യരാക്കി. 750ഓളം പേർ അയോഗ്യത ഭീഷണിയും നേരിടുന്നു. ഇതിൽ 90% പേരും UDF അംഗങ്ങളാണ് എന്നതാണ് വിവിധ ഓർഡിനൻസിന് സർക്കാരിനെ പ്രേരിപ്പിച്ചത്. പുതിയ ഓർഡിനൻസ് പ്രകാരം കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ കുടുംബങ്ങളിൽ സാമൂഹിക സുരക്ഷ ഉറപ്പാക്കിയതായി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ നടക്കുന്ന 4 ദിവസത്തെ ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പഞ്ചായത്ത് മന്ത്രി ഡോക്ടർ MK മുനീർ, പ്ലാനിംഗ് ബോർഡ് മെമ്പർ CP ജോ, കേന്ദ്ര ഗ്രാമവികസന അഡീഷണൽ സെക്രട്ടറി SM വിജയാനന്ദ്, NRLM മിഷൻ ഡയറക്ടർ വിജയകുമാർ T തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയവും കേരള സർക്കാരും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ശില്പശാല 5-ന് അവസാനിക്കും. These platforms helped to bring the voice of poorest and the marginalized to the decision-making process in the local governments. In the neighborhood groups of women that evolved as part of this process have grown to become one of the largest state-sponsored women empowering programs in India called Kudumbashree. The government has accorded highest priority to supporting Kudumbashree. ഓൾ ഇന്ത്യ ട്രെക്കിംഗ് ക്യാമ്പ് കുളമാവിൽ ആരംഭിച്ചതായി ലഫ്റ്റനന്റ് കേണൽ VM മധു വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള ലക്ഷദ്വീപ് ഡയറക്ടറേറ്റിന്റെ കീഴിലുള്ള കോട്ടയം ഗ്രൂപ്പ് NCC 18ാം കേരള ബറ്റാലിയന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പ് നടക്കുന്നത്. 10 ദിവസം നീണ്ടുനിൽക്കുന്ന ക്യാമ്പിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 750 NCC കേഡറ്റുകൾ പങ്കെടുക്കുന്നുണ്ട്. പ്രകൃതി സ്നേഹവും സാഹസികതയും സഹിഷ്ണുതയും ആത്മവിശ്വാസവും വളർത്തിയെടുക്കുകയാണ് ട്രെക്കിംഗിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. There are only 2 treks which has been given to Kerala Directorate. This is the second one. One is being conducted by Ernakulam Group and this is being conducted by Kottayam Group. The group commander is Colonel Paul VP and he has been given the responsibility. And cadets participating in this are from Rajasthan, Haryana, Chandigarh, West Bengal, Sikkim, Tamil Nadu, Kerala and Lakshadweep. ഇതാകപ്പാടെ 2 ട്രെക്കേ ഒരു വർഷത്തിൽ കൊടുക്കുകയുള്ളൂ. ഒരു ട്രെക്കാണ് അത് ഞങ്ങളുടെ കോട്ടയം ഗ്രൂപ്പാണ് നടത്തുന്നത്. ടോട്ടൽ 750. കേരള ക്ഷേത്ര സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി സ്വാമി അയ്യപ്പദാസ് നയിക്കുന്ന രഥയാത്ര നവംബർ 7-ന് തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേരുമെന്ന് സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തുടർന്ന് നടക്കുന്ന സമ്മേളനം ജന്മഭൂമി മുൻ മുഖ്യ പത്രാധിപർ P നാരായണൻ ഉദ്ഘാടനം ചെയ്യും. KPMS സംഘടനാ കാര്യദർശി തുറവൂർ സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തും. MN രവി അധ്യക്ഷത വഹിക്കും. ജില്ലാ പ്രസിഡന്റ് S സുധാകരൻ, ജില്ലാ സെക്രട്ടറി K പങ്കജാക്ഷൻ, സ്വാഗത സംഘം രക്ഷാധികാരി CC കൃഷ്ണൻ, മാതൃസമിതി പ്രസിഡന്റ് KN ശാന്തമ്മ, സുകുമാരൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. 75ാം വാർഷിക ആഘോഷങ്ങളാണ് ഈ വർഷം നടത്തുന്നത്. കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ അതേപോലെ തന്നെ ഹിന്ദു സംഘടനകളുടെയും സാമുദായിക സംഘടനകളുടെയും ആഭിമുഖ്യത്തിൽ സെമിനാറുകൾ, ഉപന്യാസ മത്സരം തുടങ്ങിയ ഒട്ടനവധി പരിപാടികളോടുകൂടെ ഈ വർഷം വിവിധമായ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ജനറൽ സെക്രട്ടറി സ്വാമി അയ്യപ്പദാസിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ മാസം 30-ാം തീയതി കാസർഗോഡ് നിന്നും ഒരു രഥയാത്ര സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെയും എയ്ഡ്സ് നിയന്ത്രണ സൊസൈറ്റിയുടെയും ആഭിമുഖ്യത്തിൽ ഇടുക്കി ജില്ലയിൽ എയ്ഡ്സിനെതിരെ ബോധവൽക്കരണ ക്യാമ്പയിൻ നടത്തുമെന്ന് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ PJ അലോഷ്യസ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഫോക്ക് ക്യാമ്പയിൻ എന്ന പേരിൽ നടത്തപ്പെടുന്ന ക്യാമ്പയിൻ നവംബർ 5 മുതൽ 21 വരെ നീണ്ടുനിൽക്കും. ജില്ലയിലെ 51 പഞ്ചായത്തുകളിൽ ക്യാമ്പയിൻ നടത്തും. പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം നവംബർ 5-ന് രാവിലെ തൊടുപുഴ മുനിസിപ്പൽ മൈതാനത്ത് വെച്ച് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MT തോമസ് നിർവഹിക്കും. വാർത്താ സമ്മേളനത്തിൽ മാസ് മീഡിയ മാനേജർ PC തങ്കപ്പൻ, R അനിൽകുമാർ എന്നിവരും പങ്കെടുത്തു. സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെയും എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെയും ആഭിമുഖ്യത്തിൽ ഈ മാസം നടത്തുന്ന എയ്ഡ്സ് ബോധവൽക്കരണ പരിപാടി, അതായത് ഫോക്ക് ക്യാമ്പയിൻ,
ഈ പ്രോഗ്രാം ഉദ്ദേശിക്കുന്നത് നവംബർ 5 മുതൽ 21 വരെ നമ്മുടെ ഇടുക്കി ജില്ലയിലുണ്ടാകും. എയ്ഡ്സ് ബോധവൽക്കരണം തന്നെയാണ് ഇതിൻ്റെ ഉദ്ദേശം. അത് നാടൻ കലാരൂപങ്ങൾ വഴി എയ്ഡ്സ് HIV-ക്കെതിരെയുള്ളൊരു ബോധവൽക്കരണമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജില്ലയിൽ ഏകദേശം 51 പഞ്ചായത്തുകളിലായിട്ടാണ് പ്രോഗ്രാം നടത്തുന്നത്. ഒരു ദിവസം 3 പ്രോഗ്രാം ഉണ്ടാവും. ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള ഭാരത സർക്കാരിൻ്റെ സംഗീത നാടക വിഭാഗത്തിൻ്റെ അംഗീകാരം നേടിയ കലാകാരന്മാർ. കേരള അക്കൗണ്ടന്റ് ജനറൽ RL ഘോഷ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ അദ്ദേഹത്തിന്റെ ചേംബറിലെത്തി സന്ദർശിച്ചു. തൊടുപുഴ ഉപാസനയിൽ വനിതാവേദിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഷീല സ്റ്റീഫന് സ്വീകരണം നൽകി. പ്രസിഡന്റ് അച്ചാമ്മ തോമസ് അധ്യക്ഷത വഹിച്ചു. ഡയറക്ടർ റവറൻഡ് ഡോക്ടർ ആൽബർട്ട് നമ്പ്യാപറമ്പിൽ, പ്രൊഫസർ കൊച്ചുത്രേസ്യ തോമസ്, ഏലിയാമ്മ വർഗീസ്, പ്രൊഫസർ മേഴ്സി കുര്യാക്കോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് ഫിലോമിന തോമസ്, റീന മാത്യു തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ പാചക ക്ലാസ് നടത്തി. നേരത്തെ ഞാനിത് തുടങ്ങിയ സമയത്തേക്കൊന്ന് പോവുകയാണ്. ടീച്ചർ പ്രസിഡന്റായും ഞാൻ വൈസ് പ്രസിഡന്റായും ഉപാസന വനിതാവേദിയുടെ തുടക്കത്തിൻ്റെ നാളുകളിലേക്ക് ഞാൻ കടന്നു പോവുകയുണ്ടായി. വളരെ വലിയ ഒരു ശ്രമത്തിൻ്റെ, ടീച്ചറും നമ്പ്യാവർമ്മലച്ഛൻ്റെയും ഒക്കെ വലിയ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിരുന്നു ഉപാസന വനിതാവേദിയുടെ മുളയ്ക്കലും അതിനുശേഷമുള്ള വളർച്ചയുമൊക്കെ. സാന്ദർഭികവശാൽ ഇത്തരം കാര്യങ്ങളിലേക്ക് വെറുതെ ഒന്ന് കടന്നുപോയി എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ സ്വീകരണം എന്ന് പറയുമ്പോൾ എൻ്റെ സ്വന്തം കുടുംബത്തിൽ നിന്നുള്ള സ്വീകരണം തന്നെയാണ്. ടീച്ചർ സൂചിപ്പിച്ച പോലെ ഭാരതീയ വിദ്യാനികേതൻ ഇടുക്കി ജില്ലാ ശാസ്ത്രമേള കുടയത്തൂർ സരസ്വതി വിദ്യാനികേതൻ സ്കൂളിൽ നടത്തി. ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സിബി ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ വിദ്യാനികേതൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് KN വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M മോനിച്ചൻ, MN ഹരിദാസ്, PR സജീവൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. പ്രിൻസിപ്പൽ KP ഡിൻഡോ സ്വാഗതവും വിദ്യാലയ സമിതി അധ്യക്ഷൻ KN രാജു നന്ദിയും പറഞ്ഞു. അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്കാരത്തിൽ നിന്നുകൊണ്ടുള്ള പ്രവർത്തന രീതികളും കാണുവാൻ കഴിഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നി. നമ്മുടെ വളരെ അച്ചടക്കത്തോടുകൂടിയുള്ള ഒരു ഭാവി തലമുറയെ വാർത്തെടുക്കുന്നതിന് വേണ്ടി സരസ്വതി സ്കൂളുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന് നേതൃത്വം വഹിക്കുന്ന ഭാരതീയ വിദ്യാനികേതൻ സ്കൂൾ തൊടുപുഴ വെൽകെയർ ഹോമിയോ ക്ലിനിക്കിന്റെയും 132 നമ്പർ അംഗൻവാടിയുടെയും ആഭിമുഖ്യത്തിൽ ആരോഗ്യ സെമിനാർ നടത്തി. ഡോക്ടർ ഷെറി ജോസ് ക്ലാസ് എടുത്തു. തുടർന്ന് നടത്തിയ മെഡിക്കൽ ക്യാമ്പിൽ 60ഓളം കുട്ടികൾ പങ്കെടുത്തു. വളർച്ചയെ മാത്രം ലക്ഷ്യമാക്കിയായിരിക്കില്ല ചിലപ്പോൾ ആൾക്കാർ കാര്യങ്ങൾ പറഞ്ഞത്. ചിലപ്പോൾ നമ്മളെ വളച്ചൊടിച്ച് വേറെ വഴിക്ക് കൊണ്ടുപോകാൻ പാകത്തിലുള്ള കാര്യങ്ങളും പറഞ്ഞു. അതായത് നമ്മളെ വഴി തെറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും നടക്കും. അപ്പോൾ ഈ നന്മ തിന്മകൾ തിരിച്ചറിയാനുള്ള ഒരു കഴിവ്, അതാണ് നമുക്ക് എപ്പോഴും വേണ്ടത്. മനസ്സിലായോ? തമസോമ ജ്യോതിർഗമയ എന്ന് പറയാറുണ്ട്. തമസ് പോയിട്ട് ജ്യോതിർഗമയ, ഗമിക്കാന്ന് പറയുക.